നമസ്കാരം. ദ പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 3 പത്രങ്ങളാണ് നമ്മൾ വിശകലനത്തിനായി എടുക്കുന്നത്. സിറാജ്, മാതൃഭൂമി, ഗൾഫ് മാധ്യമം. മൂന്നിൻ്റെയും ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത ഒന്ന് തന്നെയാണ്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഇരയായ അതിജീവിച്ചവരുടെ കടം എഴുതിത്തള്ളുമോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തോട് കേന്ദ്രത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് ഹൈക്കോടതി ഇന്നലെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അതുതന്നെയാണ് 3 പത്രങ്ങളും പ്രധാന വാർത്തയായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തേടുന്നത് കാരുണ്യമല്ല എന്നാണ് സിറാജ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ചിറ്റമ്മ നയം പറ്റില്ല എന്ന് മാതൃഭൂമിയും, ആരെയാണ് വിഡ്ഢികളാക്കുന്നത് മാധ്യമവും തലക്കെട്ടുകൾ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഈ 3 ഹൈക്കോടതിയുടെ പരാമർശങ്ങളാണ്. ഹൈക്കോടതി വായ്പ എഴുതിത്തള്ളാൻ ആകില്ലെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അതിന് മനസ്സ് വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങിയ ബെഞ്ച് കേന്ദ്രത്തെ നിർത്തിപ്പൊരിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിനോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ ഹൈക്കോടതി ചെയ്തത്. കാരണം ദുരന്തബാധിതർക്ക് ബാങ്കുകൾ ആണ്, റിസർവ് ബാങ്കിന് കീഴിലാണ് ബാങ്കുകൾ. അതുകൊണ്ട് കേന്ദ്രത്തിന് അതിൽ എഴുതിത്തള്ളണമെന്ന് പറയാനാകില്ല എന്ന നിലപാടാണ് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചത്. ഇത് കേട്ടതോടുകൂടിയാണ് കോടതിക്ക് സമനില തെറ്റി എന്ന് തന്നെ പറയണം. അത്രയും നേരം സഹിച്ചിരുന്നത് ജഡ്ജിമാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ശകാരമായിരുന്നു കേന്ദ്രത്തിന്. കേരളം ചോദിക്കുന്നത് കാരുണ്യമല്ല എന്നും അതുപോലെ തന്നെ ആരോടാണ് നിങ്ങൾ ഈ വർത്തമാനം പറയുന്നത് എന്ന രീതിയിലെല്ലാം തന്നെ കോടതി രൂക്ഷമായ പ്രതികരണമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചിറ്റമ്മ നയം പാടില്ല, കേരളത്തിനോട് ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന് നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ് എന്ന കാര്യം പത്രവാർത്തകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ, പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി പറയുന്നത്. ധൈര്യമുണ്ടെങ്കിൽ തുറന്നു പറയൂ എന്നടക്കം ഒരു ഘട്ടത്തിൽ കോടതി വെല്ലുവിളിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കം കെടുതി നേരിട്ട ഗുജറാത്തിനും അസമിനും കേന്ദ്രം 1226 കോടിയോളം അസമിന് മാത്രമായി നൽകി. അങ്ങനെ ഗുജറാത്തിലെല്ലാം വാരിക്കോരി കൊടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായ കേരളത്തിന് എന്തുകൊണ്ട് അത്രയും പണം നൽകാത്തത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പണം നൽകാത്തത് എന്ന ചോദ്യം കോടതി ഉന്നയിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ തുറന്നു പറയൂ എന്നാണ്. സഹായിക്കാൻ താല്പര്യമില്ലെന്നത് തുറന്ന് ജനങ്ങളോട് പറയാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യൂ എന്നാണ് കേന്ദ്രത്തോട് ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ചത്. അങ്ങനെ ഇത്തരം ദുരന്ത സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളെ കേന്ദ്രം സഹായിക്കില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന ഒരു കാര്യം കൂടി കോടതി ഇതിൻ്റെയോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നു. നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ്. കേന്ദ്രത്തിന് പണമില്ലാത്തതാണ് എങ്കിൽ മനസ്സിലാകും. എന്തായാലും ആ അവസ്ഥയിലല്ലല്ലോ ഇപ്പോഴുള്ളത് എന്ന ചോദ്യവും കേന്ദ്രത്തോട് കോടതി ചോദിക്കുന്നു. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മൗലികാവകാശം നിഷേധിക്കാമോ എന്ന പ്രസക്തമായ ഒരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നിഷേധിക്കാനാവില്ല. അന്തസ്സോടെ ജീവിക്കാനുള്ള വയനാട് സ്വദേശികളുടെ മൗലികാവകാശമാണ് അപകടത്തിലായിരിക്കുന്നത് എന്ന ഒരു കാര്യം കൂടി കോടതി കേന്ദ്രത്തിന് മുന്നിൽ ചോദിക്കുകയുണ്ടായി. ഇത് ഓരോ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി ഉയർത്തിക്കൊണ്ട് തന്നെ പൗരന്മാരെ അന്യഗ്രഹ ജീവികളായി കാണാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ഇതെല്ലാം വാർത്തകൾ തന്നെ ഒന്നാം പേജിൽ നൽകിക്കൊണ്ട് 3 പത്രങ്ങൾ നൽകി. ഒപ്പം എടുത്തു പറയേണ്ടത് മാധ്യമത്തിലെ ഒരു കാർട്ടൂണാണ്. ബാക്കിയുള്ള ഒരു ഹൈക്കോടതിയുടെ പടം ഉപയോഗിച്ചപ്പോൾ മാധ്യമം ഉപയോഗിച്ച ഒരു കാർട്ടൂണാണ്. കാർട്ടൂൺ ഇങ്ങനെയാണ്. ജഡ്ജി കേന്ദ്രത്തിൻ്റെ തലയിലടിക്കുന്നു. അപ്പോൾ വായ്പ തള്ളാനോ, അയ്യേ ദുരന്തഭൂമിയിൽ ഫോട്ടോഗ്രാഫറുമായി വന്ന് തള്ളും, അത്രയേ ഉള്ളൂ എന്ന് അഭിഭാഷകൻ മോദിയെ സ്മരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാർട്ടൂൺ VR രാഗേഷിൻ്റെ ഉണ്ട്. ബാങ്കുകളെ കക്ഷി ചേർക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ ബാങ്കുകളും കേസിൽ കക്ഷികളാവുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി 3 പത്രങ്ങളും നൽകിയിരിക്കുന്നത്. പിന്നെ പതിവ് വാർത്തകളായി ഇപ്പോൾ മാറിയ സ്വർണ്ണപാളി സിറാജിൻ്റെ ഒന്നാം പേജിൽ തന്നെ വാർത്തയായിരിക്കുന്നു. പിന്നീട് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമിയും അതുപോലെ തന്നെ സിറാജും നൽകിയിരിക്കുന്നത്
ആശുപത്രിയിൽ വീണ്ടും ചോര വീണു. ആശുപത്രിയിൽ കയറി പിതാവ് ഡോക്ടറെ വെട്ടി. ഈ 2 തലക്കെട്ടുകളിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. ഇത് താമരശ്ശേരിയിൽ നിന്നുള്ള വാർത്തയാണ്. അതായത് കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ അച്ഛൻ ആശുപത്രിയിലെത്തി ഡോക്ടറുടെ തലയ്ക്ക് വെട്ടി എന്ന വാർത്തയാണ്. അദ്ദേഹത്തിന് ശേഷിക്കുന്ന 2 കുട്ടികളുമായി വരികയും മകളെ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ വിപിൻ്റെ തലയിൽ വെട്ടിയത്. സനൂപ് എന്നാണ് പിതാവിൻ്റെ പേര്. അതിനുശേഷം ആ വാർത്തയാണ് സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. തലയ്ക്ക് ഗുരുതരമായ പരിക്കാണ് ഡോക്ടർ വിപിന് ഉണ്ടായത്. അവരുടെ പടവും നൽകിയിട്ടുണ്ട്. ആശുപത്രിയിൽ വീണ്ടും ചോര വീണു. ഡോക്ടർ വന്ദനാദാസിന് ശേഷം ഒരു നിയമം കൊണ്ടുവന്നെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ കാര്യമായ പുരോഗതിയൊന്നും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. സിസ്റ്റത്തിനേറ്റ വെട്ടേറ്റായി തന്നെ ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. അദ്ദേഹം സൂപ്രണ്ടിനെ അന്വേഷിച്ചാണ് വന്നത്. സൂപ്രണ്ടിനെ പലതവണ റൂമിൽ കയറി നോക്കിയെങ്കിലും സൂപ്രണ്ടിനെ കണ്ടില്ല. തുടർന്നാണ് അദ്ദേഹം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ വിപിൻ, അദ്ദേഹം ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിപിനെ പരിക്കേൽപ്പിച്ചത്, തലയ്ക്ക് വെട്ടിയത്. വലിയ വെട്ടുകത്തിയുമായാണ് അദ്ദേഹം വന്നത്. വെട്ടുകത്തിയുമായി വന്നിട്ടാണ് തലയ്ക്ക് അദ്ദേഹം വെട്ടി പരിക്കേൽപ്പിച്ചത്. എന്തായാലും നല്ല ആഴത്തിൽ മുറിവുണ്ടെങ്കിലും തലച്ചോറിനെ ബാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് ജീവന് വലിയ ഭീഷണിയില്ല എന്നാണ് വിപിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. മാതൃഭൂമിയിൽ ഒരു പടം കൂടി നൽകിയിട്ടുണ്ട്. അത് വ്യോമസേന ദിനത്തിൽ സമ്മാനിച്ച സേനാ മെഡലുമായി വ്യോമസേനാംഗം കോർപ്പറൽ എസ് വരുൺകുമാറിൻ്റെയാണ്. വരുൺകുമാർ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഉദ്ധംപൂർ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ കൈ നഷ്ടപ്പെട്ട ഒരു വ്യോമസേന അംഗമാണ്. അദ്ദേഹത്തിന് വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് മെഡൽ സമ്മാനിച്ചു. ആ മെഡൽ ഭാര്യ അഞ്ജു വേണുഗോപാൽ പരിശോധിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് പേജിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആ ചിത്രം നൽകിയിട്ടുണ്ട്. ചുമമരുന്ന് ദുരന്തത്തിൽ ലോകാരോഗ്യ സംഘടന വിശദീകരണം തേടിയ വാർത്തയും മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഇടം പിടിക്കുന്നു. സ്വർണ്ണപ്പാളിയിൽ ഇന്ന് 1-ാം പേജിൽ വാർത്ത കൊടുത്തിരിക്കുന്നത് സിറാജ് മാത്രമാണ്. സഭയിൽ നേർക്കുനേർ. സഭയിൽ ഇന്നലെ അസാധാരണമായ നടപടിക്രമങ്ങളാണ് ഉണ്ടായത്. നടപടിക്രമങ്ങളെന്ന് പറയാൻ വയ്യ, സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. അതായത് സ്വർണ്ണപ്പാളിയിൽ ഇന്നലെ പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേർ വന്ന് ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ബഹളം വയ്ക്കുമ്പോൾ അതിനെ തടയാൻ ഭരണപക്ഷത്തു നിന്നുള്ള അംഗങ്ങളും ഇറങ്ങുകയുണ്ടായി. മന്ത്രി റിയാസിൻ്റെ നേതൃത്വത്തിലായിരുന്നു സംഘം ചാടിയിറങ്ങിയത്. ഇത് ആദ്യം വെല്ലിലേക്ക് ചാടിയത്, വെല്ലെന്ന് പറഞ്ഞാൽ സ്പീക്കറിന് മുമ്പിലുള്ള നടുത്തളത്തിലേക്ക് ആദ്യം ഇറങ്ങിയത് റിയാസും കൂട്ടരുമാണ് എന്ന് ആരോപിച്ച് പ്രതിപക്ഷവും. അതിനിടയിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശവും വലിയ വിവാദമായി. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഉയരമില്ലാത്ത ആളുകളെ ഉയരമില്ലാത്തവൻ എന്ന രീതിയിൽ, ശാരീരിക ശേഷി ഇല്ലാത്തവൻ എന്ന രീതിയിൽ പറഞ്ഞത് വലിയ തോതിൽ ബോഡി ഷെയ്മിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ചെയ്തു. അങ്ങനെ സഭയിൽ ഇന്നലെ അസാധാരണമായ പല സംഭവ വികാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ശബരിമല സ്വർണ്ണപ്പാളിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അത് വിഷയത്തിലായിരുന്നു അന്വേഷണം. രാജിവെക്കണം, VN വാസവൻ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സഭയിൽ പ്രതിപക്ഷം ഇന്നലെ പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ബാനറുകളുമായി എത്തിയത്. അത് ഉയർത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിൻ്റെ ഇടയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ തന്നെയുള്ള വാർത്ത, ED നമ്മുടെ ചലച്ചിത്ര താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയ വാർത്തയാണ്. താരങ്ങളുടെ വീട്ടിൽ ED എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്നു. മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധന ED നടത്തിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പടവും. മമ്മൂട്ടിയുടെ പഴയ വീട്ടിൽ കനത്ത സുരക്ഷയിൽ ED പരിശോധന നടത്തുന്നതിൻ്റെ, എളംകുളത്തെ വീട്ടിൽ പരിശോധന നടത്തുന്നതിൻ്റെ ചിത്രവും നൽകിയിരിക്കുന്നുണ്ട്. പറമ്പിളി നഗർ മമ്മൂട്ടിയുടെ പഴയ വീടായ മമ്മൂട്ടി ഹൗസ്, മമ്മൂട്ടി ദുൽഖർ ഇപ്പോൾ താമസിക്കുന്ന എളംകുളത്തെ വീട്, ദുൽഖറിൻ്റെ ചെന്നൈയിലെ വീട്, പൃഥ്വിരാജിൻ്റെ തൂപ്പുംപടിയിലെ ഫ്ലാറ്റ്, അമിത് ചക്കാരക്കലിൻ്റെ എറണാകുളത്ത് നോർത്തിലെ വീട് എന്നിവിടങ്ങളിലെല്ലാം ഒരേ സമയം 17 ഇടങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. ഇതിനിടയിൽ
ദുൽഖർ കൊച്ചിയിലേക്ക് ED ദുൽഖറിനെ വിളിച്ചു വരുത്തിയതാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കസ്റ്റംസിന് മുന്നിലും അതുപോലെ തന്നെ EDയുടെയും ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാകും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇനി ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ 3-ാം പേജിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും പറക്കും ടാക്സികൾ എന്ന പേരിൽ മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നു. അബുദാബിയിലെ ആശുപത്രിയിലാണ് ആദ്യ വെർട്ടിപ്പോർട്ട് നിർമ്മിക്കുന്നത് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ടാക്സി നമുക്ക് പറക്കും ടാക്സികളെല്ലാം അബുദാബിയിലെല്ലാം തന്നെ പരീക്ഷണ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി വിവിധ എമിറേറ്റുകളെ സർവീസ് ആരംഭിക്കാനിരിക്കെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാനും ഈ നൂതന ഗതാഗത സംവിധാനം ഉപയോഗപ്പെടുത്തും. UAEയിൽ ആദ്യമായി അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക്കിലാണ് ഇതിനായി സംവിധാനം ഒരുക്കുന്നത് എന്നും വാർത്തയിൽ പറയുന്നു. പറക്കും ടാക്സികൾക്ക് പറന്നിറങ്ങാനും പറന്നുയരാനും സാധിക്കുന്നതിനിവിടെ വെർട്ടിപ്പോർട്ട് നിർമ്മിക്കും. അങ്ങനെ ആധുനിക നൂതന സംവിധാനങ്ങളെല്ലാം തന്നെ മെഡിക്കൽ രംഗത്തേക്കും എത്തിക്കുകയാണ് UAE ചെയ്യുന്നത്. ഈ വാർത്തയാണ് 3-ാം പേജിൽ തന്നെ മാധ്യമം നൽകിയിരിക്കുന്നു. മാധ്യമത്തിൻ്റെ ഉൾപേജുകളിലാണ് സഭയിൽ ഇന്നലെ ഉണ്ടായ കയ്യാങ്കളിയിൽ നടുത്തളത്തിൽ നേർക്കുനേർ എന്ന് പറഞ്ഞുകൊണ്ട് പോർവിളി കയ്യാങ്കളി നടുത്തളത്തിൽ നേർക്കുനേർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നൽകിയിരിക്കുന്നത് ഉൾപേജിലുണ്ട്. നിങ്ങൾ കള്ളം പറയരുതെന്ന് സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആക്രോശിച്ചത്. അതായത് റിയാസാണ് ആദ്യം ചാടിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ല എന്ന സ്പീക്കറുടെ വാക്കിനെതിരെയാണ് നിങ്ങൾ കള്ളം പറയരുത്. അദ്ദേഹം സർ എന്ന പ്രയോഗമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എന്ന സ്പീക്കറിനെ അഭിസംബോധന ചെയ്യുന്നത് അതും ഒരു വിവാദമാണ്. കാരണം നിങ്ങൾ എന്ന് അല്ല സർ എന്നാണ് സഭാനാഥനെ എല്ലാ അംഗങ്ങളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ അഭിസംബോധന ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കള്ളം പറയരുതെന്ന് ആവർത്തിക്കുന്നതോടുകൂടി അദ്ദേഹം തെറ്റായ പ്രവണത ആണ് കാണിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം സഭാലയങ്ങളിൽ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശബരിമല വലിയ സ്വർണ്ണപ്പാളി വിവാദം വലിയ പ്രശ്നമായി മാറുകയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ. അത് വലിയ തോതിൽ പുറത്തും അകത്തും ഇപ്പോൾ അതുപോലെ തന്നെ പ്രതിപക്ഷവും BJPയും എല്ലാം ഒരുപോലെ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പത്തനംതിട്ടയിലും ഇന്നലെ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് BJPയും ഒരുപോലെ മാർച്ച് നടത്തുകയും ഉണ്ടായി. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി അത് മാറിക്കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ഈ തെരഞ്ഞെടുപ്പ് വരെയുമെങ്കിലും ഈ രണ്ട് പാർട്ടികളും ഇത് സജീവമായി തന്നെ നിർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമിയുടെ 3-ാം പേജിൽ ബഹിരാകാശ രംഗത്ത് UAEയുടെ വൻ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് MB IZSAT ഇത്തിഹാദ് സാറ്റ് പകർത്തിയ UAEയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ടു എന്ന വാർത്തയുണ്ട്. UAEയുടെ തദ്ദേശീയ ഉപഗ്രഹങ്ങളാണ് ഇവ രണ്ടും പകർത്തിയ ചിത്രങ്ങളാണ്. ഫാം ജുമൈരയുടെയും അതുപോലെ തന്നെ ഹുദൈരിയാത്ത് ദ്വീപിൻ്റെയും ചിത്രങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ 2 ചിത്രങ്ങൾ ഈ 2 സാറ്റലൈറ്റുകൾ പകർത്തി ഇട്ടിരിക്കുന്നു. അങ്ങനെ ബഹിരാകാശ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് UAE തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കുതിച്ചുചാട്ടം കൈവരിച്ചിരിക്കുന്നു എന്നതാണ് പടങ്ങൾ സഹിതം മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റെക്കോർഡ് ഭേദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ റെക്കോർഡ് ഭേദിക്കാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വാർത്ത മാതൃഭൂമി വാണിജ്യം പേജിൽ നൽകിയിട്ടുണ്ട്. നൽകിയിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: 90,000 രൂപ കടന്ന് പൊൻകുതിപ്പ്, 90,000 രൂപ കടന്ന് പവൻ വില, $4,000 കടന്ന് അന്താരാഷ്ട്ര വില എന്ന സബ് ഹെഡിങ്ങിൽ അടുത്ത വാർത്തയും നൽകിയിരിക്കുന്നു. റോക്കറ്റിൽ സ്വർണം പൂശിയ റോക്കറ്റ് മുകളിലേക്ക് പറക്കുന്ന ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ വില ഇന്നലെ 1,400 രൂപയാണ് ഒറ്റയടിക്ക് ഇന്നലെ കൂടിയത്. ഇതിനനുസരിച്ച് തന്നെ വെള്ളിയുടെ വിലയും കൂടുന്നുണ്ട്. ഇനി നമുക്ക് എഡിറ്റോറിയൽ പേജുകളിലേക്ക് പോകാം. എഡിറ്റോറിയൽ പേജുകളിൽ 3 പത്രങ്ങളും 3 വിഷയങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്
മാധ്യമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ് അഫ്ഗാൻ എന്നുള്ളത്. പിന്നെ ഈ രണ്ട് പത്രങ്ങൾ അന്തർദേശീയ വാർത്തകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സിറാജ് ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മാക്രോണിൻ്റെ രാജിയിൽ തീരില്ല പ്രതിസന്ധി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ആ സമയത്ത് മാതൃഭൂമിയാകട്ടെ ക്ഷേത്ര വരുമാനത്തിനും വേണം കണക്കും കയ്യും എന്ന രീതിയിൽ ശബരിമല വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എഡിറ്റോറിയൽ പുറത്തു പോകുന്നത്. കാരണം ബാലുശ്ശേരി കോട്ട വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം ഉരുപ്പിടികൾ കാണാതെ പോകുന്നു. മുക്കം തോട്ടത്തിൻകടവ് കുന്നത്തോറമ്പൽ ശിവക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ സമർപ്പിച്ച സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും കഴിഞ്ഞ ദിവസം പരാതി ഉയരുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അമ്പലങ്ങളിലേക്ക് വരുന്ന സ്വർണത്തിനായാലും വെള്ളിക്കായാലും ശരി, ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഓരോ ഭക്തന്മാർ സമർപ്പിക്കുന്ന പ്രസാദങ്ങൾ അല്ലെങ്കിൽ കാണിക്കയാണ് ഓരോ ഇതിനെല്ലാം ഒരു കണക്കുണ്ടാകണം, അല്ലെങ്കിൽ വ്യക്തമായ കണക്കും വേണം, അതിനൊരു തീരുമാനമുണ്ടാകണം എന്നാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയലിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേത്രം വിശ്വാസിയുടെ വൈകാരിക മൂലധനമാണ്, അതുകൊണ്ടുകൂടിയാണ് ഇതൊരു പാവന സങ്കേതമാകുന്നത്. അവിടെ എത്തുന്ന ധനം വിശ്വാസിയുടെ അർപ്പണമാണ്, അതിനുമുണ്ട് പവിത്ര സ്വഭാവം എന്നാണ് മാതൃഭൂമി പറയുന്നത്. അതുകൊണ്ട് അതിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും, നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവണം അതിൽ എന്ന കാര്യമാണ് മാതൃഭൂമി എഡിറ്റോറിയലിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. സിറാജിൻ്റെ എഡിറ്റോറിയൽ നോക്കുകയാണെങ്കിൽ മാക്രോണിൻ്റെ രാജിയിൽ തീരില്ല പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിലെ പ്രശ്നമാണ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ചെലവ് ചുരുക്കൽ നയത്തിനെതിരെ ഉയർന്ന പ്രതിഷേധം ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ അടിത്തറയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. ഏതാണ്ട് കഴിഞ്ഞ 2 വർഷത്തിനിടെ 5 പ്രധാനമന്ത്രിമാരെയാണ് ഫ്രാൻസ് അവരോധിച്ചതും രാജിവെപ്പിച്ചതും എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ലുക്കോർണു ആണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത്. പ്രധാനമന്ത്രി പദത്തിൽ 1 മാസം പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നതും ശ്രദ്ധേയമാണ്. ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി നേരിട്ട അതേ അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിനും നേരിടേണ്ടി വന്നത് എന്നത്. അതായത് ഫ്രാങ്കോയിസ് ബെയ്റോവിനെ പോലെ തന്നെ അവിശ്വാസ പ്രമേയത്തിൽ അദ്ദേഹത്തിന് ഫ്രാങ്കോയിസ് ബെയ്റോവ് അവിശ്വാസ പ്രമേയത്തിലാണ് പുറത്തേക്ക് പോയത് എങ്കിൽ ലുക്കോർണു അതിന് നിന്നില്ല. അവിശ്വാസ പ്രമേയം വന്ന് താൻ അതിൽ പുറത്താകുന്നതിനേക്കാൾ നല്ലത് താൻ രാജിവെച്ചൊഴിയുന്നതാണ് എന്ന ബുദ്ധി ലുക്കോർണുവിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു എന്നതാണ്. ഫ്രാൻസിൽ ഇനിയൊരു ഘടകകക്ഷി ഒരു കൊയലീഷൻ സർക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തേതുപോലത്തെ ഒരു കൊയലീഷൻ സർക്കാരാണ് നടക്കുന്നത്. അപ്പോൾ ഘടകകക്ഷികൾക്കെല്ലാം അവർക്ക് അർഹമായ സ്ഥാനങ്ങൾ നൽകിയും പ്രാതിനിധ്യം നൽകിയും എല്ലാം തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ അവിടെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഇപ്പോഴത്തെ നിലയിൽ കണ്ടെത്താനാകില്ല എന്നാണ് എഡിറ്റോറിയലിലൂടെ സിറാജ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഇടത് പാർട്ടികൾക്കൊന്നും തന്നെ പ്രാതിനിധ്യം നൽകിയിരുന്നില്ല. അതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിങ്ങനെ ആണ് എങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോക്ക് നടക്കില്ല എന്ന് പറയുന്നത്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവർക്ക് പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. അത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ നേരത്തെയും സ്വാഗതം ചെയ്ത നിലപാടാണ് മാധ്യമത്തിനുണ്ടായിരുന്നത്. അവർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവിടുത്തെ വിദേശകാര്യമന്ത്രി വരികയാണ്. ആ വരുന്നതുമായി കൂട്ടിച്ചേർത്താണ് ആമിർ ഖാൻ മുത്തക്കിയുടെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തിയാണ് ഇവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എഡിറ്റോറിയൽ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ആക്ടിംഗ് വിദേശകാര്യ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. ഇന്ത്യ ഇപ്പോഴും അഫ്ഗാനിസ്ഥാന് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ UN-ൻ്റെ വിലക്ക് ഈ മുത്തക്കിക്ക് മേലെ അടക്കമുണ്ട്. അതെല്ലാം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അനൗദ്യോഗികമായ ഒരു സ്വീകരണമാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ ഔദ്യോഗികമായി അംഗീകരിച്ചില്ലെങ്കിൽ അനൗദ്യോഗികമായാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അതിന് ഒരു ഔദ്യോഗിക സ്വഭാവം കൈവരുന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കം അദ്ദേഹത്തുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ മെല്ലെ മെല്ലെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്നാണ് മുഖപ്രസംഗത്തിലൂടെ നമ്മുടെ ഗൾഫ് മാധ്യമം പറയുന്നത്. 2021 അമേരിക്കൻ അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ അവസാനിച്ചതിനെ തുടർന്ന് അവരുടെ പിന്തുണയിൽ ഭരിച്ച കാബൂളിൽ സർക്കാർ സ്ഥാനഭ്രഷ്ടമാവുകയും, അതായത് അമേരിക്കയുടെ പിന്തുണയോടെ ഉണ്ടായിരുന്ന സർക്കാരിനെ പുറത്താക്കിക്കൊണ്ട് താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. വലിയ കൂട്ടപലായനമെല്ലാം തന്നെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു.
അപ്പോൾ താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം അവർക്കെതിരെ UN അടക്കമുള്ളവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇദ്ദേഹത്തിന് വിദേശകാര്യമന്ത്രി വരുന്നതിന് മുന്നോടിയായിട്ട് യാത്രാവിലക്ക് UN ഇളവ് നൽകിയിരുന്നു മുത്തക്കി അടക്കമുള്ളവർക്ക്. അപ്പോൾ അതും ഒരു സൂചനയാണ് അന്താരാഷ്ട്ര തലത്തിൽ താലിബാൻ ഭരണകൂടത്തെ മെല്ലെ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ കാണണം എന്നാണ്. ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഡിറ്റോറിയലിലൂടെ ഗൾഫ് മാധ്യമം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഉള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. കൂടുതൽ സ്പോർട്സ് പേജിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ, ഇന്നലെ വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ മൂണിയുടെ പ്രകടനത്തെക്കുറിച്ചാണ് ഒരുവിധം എല്ലാ പത്രങ്ങളും എഴുതിയിരിക്കുന്നത്. മൂണിയുടെ ഒറ്റ പ്രകടനം കൊണ്ട് മാത്രം ഇന്നലെ ഓസ്ട്രേലിയ ജയിച്ചു കയറിയത് സൂപ്പർ മൂണി എന്നും ഷൈനിങ് മൂണി എന്നും ഓരോ പത്രങ്ങൾ. കാരണം 107 റൺസിനാണ് അവർ പാകിസ്ഥാനെ തകർത്തത്. ഓസീസിന് ആദ്യം ബാറ്റിംഗ് തകർച്ചയായിരുന്നു. വളരെ വേഗത്തിൽ ഓരോ വിക്കറ്റുകളും വീണുകൊണ്ടേയിരുന്നു. ഒരു ഘട്ടത്തിൽ 76-7 എന്ന നിലയിൽ നിന്നിടത്തുനിന്നാണ് മൂണി അടിച്ച് തകർത്തത്. 49 പന്തിൽ പുറത്താകാതെ അലൻ സിംഗ് 51 റൺസ് എടുത്ത് പിന്തുണ നൽകി. 114 പന്തിൽ നിന്നാണ് ബത്മൂണി 109 റൺസ് എടുത്ത് പുറത്താകാൻ നിന്നത്. ബത്മൂണിയുടെ ഒറ്റ പ്രകടനം കൊണ്ട് മാത്രം ഓസ്ട്രേലിയ ഇന്നലെ പാകിസ്ഥാനെ തകർത്തു. ഇന്ത്യയുടെ സാധ്യതകൾ ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണ്. ഇതിൽ നമുക്ക് ബത്മൂണിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അഫ്ഗാനിസ്ഥാനെതിരെ ഒറ്റക്കാലിൽ നിന്ന് പോരാടിയ ഗ്ലെൻ മാക്സ്വെലിൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പ്രകടനമാണ്. ഡബിൾ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇതേപോലെ ഓസ്ട്രേലിയ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ വിജയത്തിലേക്ക് എത്തിയ അതേ ഗ്ലെൻ മാക്സ്വെലിൻ്റെ അതേ ഇന്നിങ്സിന് സമാനമാണ് ബത്മൂണിയുടെയും ഇന്നിങ്സ് എന്ന് പറയാതെ വയ്യ. പക്ഷേ ഒറ്റ വ്യത്യാസം, മാക്സ്വെൽ പരിക്കേറ്റ ഒരു കാല് വെച്ചുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നിടത്ത് നിന്ന് തന്നെയായിരുന്നു അറ്റാക്ക് നടത്തിയത്. ബത്മൂണി അങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രം. ഇതാണ് ഇന്നത്തെ പത്രങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഒപ്പം ഇന്നലെ കെമിസ്ട്രിയുടെ നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളെല്ലാം പത്രങ്ങളിലുമുണ്ട്. 3 പേരാണ് ഓർഗാനിക് ഫ്രെയിംവർക്ക് എന്ന രാസഘടന രൂപകൽപ്പന ചെയ്തതിനുള്ള പുരസ്കാരം പങ്കിട്ടിരിക്കുന്നത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഉമറം യാഗി ഒരു UAE പൗരനാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ സ്മരിക്കണം. അദ്ദേഹത്തിന് ഇന്നലെ ഭരണാധികാരി സ്വീകരണം നൽകുകയും ചെയ്തു, ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ. ഇന്നത്തെ വാർത്തകളുമായി ഇറങ്ങുന്ന നാളത്തെ പത്രങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. NTV UAE to the world.